എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026-ലെ 64-ാമത്തെ ഹൈ വോൾട്ടേജ് മത്സരം രാജസ്ഥാൻ റോയൽസും ലക്നൌ സൂപ്പർ ജയന്റ്സും തമ്മിൽ അരങ്ങേറി. പിച്ചിലെ പ്രാരംഭ ഈർപ്പവും ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യവും മുതലെടുക്കാനുള്ള തന്ത്രപരമായ തീരുമാനത്തോടെ ടോസ് നേടിയ രാജസ്ഥാൻ ക്യാപ്റ്റൻ യശസ്വി ജയ്സ്വാൾ ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനായി ഇന്നിംഗ്സ് തുടക്കാൻ മൈതാനത്തേക്കെത്തിയത് ഓസ്ട്രേലിയയുടെ ഏറ്റവും വിനാശകാരികളും ആക്രമണകാരികളുമായ രണ്ട് ബാറ്റർമാരായിരുന്നു, മിച്ചൽ മാർഷും വിക്കറ്റ് കീപ്പർ ജോഷ് ഇംഗ്ലിസും. ക്രീസിലേക്ക് കാലെടുത്തുവെച്ച നിമിഷം മുതൽ തന്നെ രാജസ്ഥാൻ റോയൽസ് ബൌളർമാർക്ക് സെറ്റാവാൻ യാതൊരു അവസരവുമില്ലെന്ന് ഇരുവരും തങ്ങളുടെ ശരീരഭാഷയിലൂടെ വ്യക്തമാക്കി. ലക്നൌ ഇന്നിംഗ്സിലെ ആദ്യ ഓവർ എറിയാനെത്തിയത് ഇംഗ്ലണ്ടിന്റെ വേഗതയുടെ രാജാവായ ജോഫ്ര ആർച്ചറാണ്. എന്നാൽ വളരെ ക്രൂരമായ രീതിയിലാണ് മിച്ചൽ മാർഷ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. ഓവറിലെ 5-ാമത്തെ പന്ത് ആർച്ചർ ബാക്ക് ഓഫ് ദ ലെങ്തിൽ എറിഞ്ഞപ്പോൾ ക്രീസിൽ നിന്ന് പുറത്തിറങ്ങിയ മാർഷ് കവേഴ്സിന് മുകളിലൂടെ ഒരു തകർപ്പൻ സ്ലാപ്പ് ഷോട്ട് പായിച്ച് 4ഓടെ തന്റെയും ടീമിന്റെയും അക്കൗണ്ട് തുടങ്ങി. തൊട്ടടുത്ത പന്തിൽ ആർച്ചർ ലെങ്ത് അല്പം പിന്നിലാക്കി. എന്നാൽ മാർഷ് വേറെ തലത്തിലായിരുന്നു. ഡൗൺ ദി ട്രാക്ക് ഇറങ്ങി വന്ന് മിഡ് ഓഫ് ഫീൽഡറുടെ തലയ്ക്ക് മുകളിലൂടെ അതിശക്തമായൊരു ഷോട്ട് പായിച്ച് ആദ്യ ഓവറിൽ നിന്ന് തന്നെ 10 റൺസ് അദ്ദേഹം അടിച്ചെടുത്തു. 2-ാം ഓവർ എറിയാനെത്തിയ യുവ ഫാസ്റ്റ് ബൌളർ സുശാന്ത് മിശ്രയാണ്. ഇതിലും ഭയാനകമായിരുന്നു ജോഷ് ഇംഗ്ലിസിന്റെ മറുപടി. മിശ്രയുടെ ആദ്യ പന്ത് തന്നെ ദിശ തെറ്റിയ ഷോട്ട് ഡെലിവറിയായിരുന്നു. ലെങ്ത് അതിവേഗം മനസ്സിലാക്കിയ ഇംഗ്ലിസ് ക്രീസിൽ നിന്നുകൊണ്ട് സർവ്വശക്തിയും എടുത്ത് കളിച്ച പുൾ ഷോട്ട് ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗ് ബൗണ്ടറിക്ക് മുകളിലൂടെ 99 മീറ്റർ നീളമുള്ള ഒരു പടുകൂറ്റൻ സിക്സറായി മാറി. സ്റ്റേഡിയം ആവേശത്താൽ പൊട്ടിത്തെറിച്ചു. ഇതേ ഓവറിലെ 5-ാം പന്തിൽ ഓഫ് സ്റ്റംപിന് പുറത്ത് മിശ്ര അല്പം ഷോർട്ട് ഓഫ് ഗുഡ് ലെങ്തിൽ പന്തെറിഞ്ഞു. അധിക ബൗൺസിനെ അതിജീവിച്ചു കളിച്ച ആ ക്ലാസിക് ഷോട്ട് ഇൻഫീൽഡിന് മുകളിലൂടെ 2 ബൗൺസുകളിലൂടെ പോയിന്റ് ബൗണ്ടറി കടന്നു. 3-ാം ഓവറിൽ ജോഫ്ര ആർച്ചർ വീണ്ടും ആക്രമണത്തിനെത്തി. ആദ്യ പന്തിൽ ഇംഗ്ലിസ് ഒരു മുൻകൂട്ടി നിശ്ചയിച്ച പാഡൽ ഷോട്ടിന് ശ്രമിച്ചു. പന്ത് കൃത്യമായി ടൈം ചെയ്തില്ലെങ്കിലും അത് ഫൈൻ ലെഗിലെ ഫീൽഡർക്ക് മുകളിലൂടെ വായുവിൽ ഉയർന്ന് വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേൽ പിന്നിലേക്ക് ഓടി ക്യാച്ച് എടുക്കാൻ ശ്രമിച്ചെങ്കിലും പന്ത് അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് വഴുതിമാറി 4ലേക്ക് കുതിച്ചു. ഇതേ ഓവറിലെ 3-ാം പന്തിൽ ആർച്ചറുടെ വേഗതയെ അതിമനോഹരമായി ഉപയോഗിച്ചുകൊണ്ട് മാർഷ് തന്റെ ശരീരത്തിന് നേരെ വന്ന ഷോർട്ട് ലെങ്ത് പന്തിനെ ഹിപ്സിൽ നിന്ന് ഫ്ലിക്ക് ചെയ്ത് ഡീപ് സ്ക്വയർ ലെഗ് ബൗണ്ടറിയിലൂടെ 4 കണ്ടെത്തി. 4-ാം ഓവറിൽ പരിചയസമ്പന്നനായ പേസർ സന്ദീപ് ശർമ്മയാണ് പന്തെറിയാനെത്തിയത്. എന്നാൽ ഇംഗ്ലിസ് സ്കോറിംഗ് നിരക്ക് ആകാശത്തേക്ക് ഉയർത്തി. സന്ദീപിന്റെ ആദ്യ പന്ത് തന്ത്രപരമായ നക്കിൾ ബോളായിരുന്നു. ക്രീസിൽ നിന്നുകൊണ്ട് ഇംഗ്ലിസ് ഷോർട്ട് ഫൈൻ ലെഗ് ഫീൽഡറായ യശസ്വി ജയ്സ്വാളിന്റെ തലയ്ക്കു മുകളിലൂടെ ഒരു മനോഹരമായ ലാപ്പ് ഷോട്ടിലൂടെ 4 നേടി. അടുത്ത പന്തിൽ സന്ദീപ് ലെങ്ത് പരീക്ഷിച്ചു. എന്നാൽ ക്രീസിന് പുറത്തിറങ്ങിയ ഇംഗ്ലിസ് കവേഴ്സിലൂടെ ഒരു ഗംഭീര ഇൻസൈഡ് ഔട്ട് ഡ്രൈവിലൂടെ തുടർച്ചയായ 2-ാം ബൗണ്ടറിയും നേടി. 3-ാം പന്തിൽ സന്ദീപ് യോർക്കറിന് ശ്രമിച്ചെങ്കിലും അതൊരു ലോ ഫുൾ ടോസായി മാറി. ലെഗ് സ്റ്റംപിലേക്ക് മാറി ബാറ്റിന്റെ ഫേസ് ഓപ്പൺ ചെയ്ത ഇംഗ്ലിസ് പോയിന്റ് ബൗണ്ടറിക്ക് മുകളിലൂടെ പന്ത് പറത്തി. ഇതേ ഓവറിലെ 4-ാം പന്തിൽ ഒരു വലിയ നാടകീയത അരങ്ങേറി. റിവേഴ്സ് പാഡിൽ ഷോട്ട് കളിക്കാൻ ശ്രമിച്ച ഇംഗ്ലിസിന്റെ ബാറ്റിന്റെ താഴെ തട്ടി പന്ത് ലെഗ് സൈഡിലേക്ക് പോയി. യാതൊരു ആശയവിനിമയവുമില്ലാതെ ഇരുവരും റണ്ണിനായി ഓടി. ധ്രുവ് അതിവേഗം പന്തെടുത്ത് അസന്തുലിതാവസ്ഥയിൽ ത്രോ ചെയ്തെങ്കിലും പന്ത് സ്റ്റംപിൽ കൊണ്ടില്ല. മിച്ചൽ മാർഷിന് ഒരു വലിയ ജീവൻ ദാനം ലഭിച്ചു. 5-ാം ഓവർ എറിയാനെത്തിയ യുവ ബൌളർ ബ്രിജേഷ് ശർമ്മ ആദ്യമായി എത്തി. അദ്ദേഹത്തിന്റെ ആദ്യ പന്ത് തന്നെ ഒരു ജ്യൂസി ഫുൾ ടോസ് ആയിരുന്നു. യാതൊരു ദയയുമില്ലാതെ കവേഴ്സിനും പോയിന്റിനും ഇടയിലൂടെ മാർഷ് അത് 4ലേക്ക് സ്ലാം ചെയ്തു. അടുത്ത പന്തും ലെഗ് സ്റ്റംപിൽ ഫുൾ ടോസ് എറിയുന്ന വലിയ തെറ്റ് ബ്രിജേഷ് ആവർത്തിച്ചു. ബാറ്റിന്റെ മുഴുവൻ സ്വിംഗും ഉപയോഗിച്ച് മാർഷ് അത് മിഡ് ഓണിലൂടെ 4 കടത്തി. 4-ാം പന്തിൽ ഓഫ് സ്റ്റംപിന് പുറത്ത് ഷോർട്ടും വൈഡുമായി എറിഞ്ഞ പന്തിനായി മാർഷ് കാത്തിരുന്നു. ബാക്ക് ഫൂട്ടിലേക്ക് മാറി ഒരു വിനാശകരമായ കട്ട് ഷോട്ടിലൂടെ പന്ത് കവർ ബൗണ്ടറിക്ക് മുകളിലൂടെ സിക്സറിന് പറത്തി. 6-ാം ഓവറിൽ സന്ദീപ് ശർമ്മയുടെ 3-ാം പന്തിൽ ഇംഗ്ലിസ് മുന്നോട്ട് കയറി മിഡ് ഓണിന് മുകളിലൂടെ ശക്തമായൊരു ഷോട്ട് കളിച്ച് 4 നേടി. ഈ വിസ്ഫോടക ബാറ്റിംഗിന്റെ ഫലമായി പവർ പ്ലേ അവസാനിക്കുമ്പോൾ ലക്നൌ യാതൊരു വിക്കറ്റും നഷ്ടമില്ലാതെ 76 റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു. 7-ാം ഓവറിൽ സ്പിന്നർ യശ്രാജ് പുഞ്ച ആദ്യമായി ബൌളിംഗിനെത്തി. അദ്ദേഹത്തിന്റെ ആദ്യ പന്ത് തന്നെ ഇംഗ്ലിസ് ബാക്ക് ഫൂട്ടിന് പോയി കവേഴ്സിന് മുകളിലൂടെ പഞ്ച് ചെയ്ത് 4 നേടുകയും വെറും 21 പന്തുകളിൽ തന്റെ അർദ്ധ സെഞ്ചുറി തികയ്ക്കുകയും ചെയ്തു. 4-ാം പന്തിൽ മാർഷ് പുഞ്ചയുടെ ഷോർട്ട് ഡെലിവറി ബാക്ക് ഫൂട്ടിൽ നിന്ന് സ്ക്വയർ ലെഗിലേക്ക് പുള്ള് ചെയ്ത് സിക്സർ നേടി. 8-ാം ഓവറിൽ ബ്രിജേഷ് ശർമ്മയ്ക്കെതിരെ മാർഷ് തന്റെ ബാറ്റിന്റെ കരുത്ത് പൂർണ്ണമായി പ്രദർശിപ്പിച്ചു. ഷോർട്ട് ഓഫ് ലെങ്ത് പന്ത് ഡീപ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ അതിശക്തമായി പുള്ള് ചെയ്ത് ഒരു പടുകൂട്ടൻ സിക്സർ നേടി. ഇതോടെ
ഇതോടെ ഇരുവരും തമ്മിലുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 100 റൺസ് കടന്നു. എന്നാൽ 9ാം ഓവറിൽ യശ്രാജ് കുഞ്ച മടങ്ങി വന്നപ്പോൾ രാജസ്ഥാന് തങ്ങളുടെ ആദ്യ ബ്രേക്ക് ത്രൂ ലഭിച്ചു. 2ാം പന്തിൽ ലെഗ് സ്റ്റംപ് ലൈനിൽ അല്പം ഫ്ലൈറ്റ് ചെയ്ത് ടേൺ ചെയ്ത പന്തിൽ ഇംഗ്ലീഷ് സ്ലോഗ് സ്വീപ്പിന് ശ്രമിച്ചു. പന്ത് ചെറുതായി ടേൺ ചെയ്ത് ഇംഗ്ലീഷിന്റെ ബാറ്റിനെ കബളിപ്പിച്ച് ഷർട്ടിൽ തട്ടി മിഡിൽ സ്റ്റംപിന്റെ മുകൾ ഭാഗം ഇളക്കി. 29 പന്തിൽ 7 ഫോറുകളും 3 സിക്സറുകളും ഉൾപ്പെടെ 60 റൺസ് നേടി ഇംഗ്ലീഷ് മടങ്ങി. തുടർന്ന് ക്രീസിലെത്തിയത് സ്ഫോടക ബാറ്ററായ നിക്കോളസ് പൂരൻ. ക്രീസിലെത്തിയ പൂരൻ 5ാം പന്തിൽ തന്നെ പുഞ്ചയുടെ പന്ത് ലോങ് ഓഫിന് മുകളിലൂടെ പടുകൂട്ടൻ സിക്സറിന് പറത്തി തന്റെ വരവറിയിച്ചു. 10ാം ഓവറിൽ സുശാന്ത് മിശ്രയുടെ 4ാം പന്തിൽ പൂരൻ ബാക്ക് ഫൂട്ടിൽ പോയി സ്വിവൽ പുള്ള് കളിച്ചു. പന്ത് ബാറ്റിന്റെ മധ്യത്തിൽ കൊണ്ടില്ലെങ്കിലും പൂരന്റെ കരുത്തിൽ അത് ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗ് ബൗണ്ടറിക്ക് മുകളിലൂടെ സിക്സറിന് പറന്നു. 11ാം ഓവറിൽ ദാസുൻ ഷാനക വന്നപ്പോൾ 2ാം പന്തിൽ മാർഷ് ബൌളർക്കരികിലൂടെ അതിശക്തമായ ഒരു സ്ട്രെയിറ്റ് ഡ്രൈവ് പായിച്ചു. ലോങ് ഓണിൽ നിന്ന് ഡൊണോവൻ ഫെറേറ ഇടത്തോട്ട് ഡൈവ് ചെയ്തെങ്കിലും പന്തിന്റെ വേഗത്തിൽ അത് ബൗണ്ടറി കടന്നു. ഈ ഫോറോടെ മാർഷ് കേവലം 20-31 പന്തുകളിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 13ാം ഓവറിൽ വീണ്ടും വന്ന യശ്രാജ് പുഞ്ച രാജസ്ഥാന് 2ാം വിക്കറ്റ് സമ്മാനിച്ചു. ആദ്യ പന്തിൽ പൂരൻ സ്ലോഗ് ചെയ്തപ്പോൾ ഇൻസൈഡ് എഡ്ജായി ഫൈൻ ലെഗിലൂടെ 2 റൺസ് നേടി. എന്നാൽ തൊട്ടടുത്ത പന്തിൽ മിഡിൽ സ്റ്റംപിലെ കൃത്യമായ ഗുഡ് ലെഗ് ഡെലിവറിയിൽ കവേഴ്സിന് മുകളിലൂടെ വലിയ ഒരു ഷോട്ടിന് ശ്രമിച്ച പൂരന് ടൈമിംഗ് പിഴച്ചു. പന്തിൽ വായുവിൽ ലോങ് ഓഫിലേക്ക് ഉയർന്നപ്പോൾ ഡൊണോവൻ ഫെറേറ തന്റെ തലയ്ക്ക് മുകളിൽ റിവേഴ്സ് കപ്പ് ശൈലിയിൽ അനായാസമായി ഒരു ക്യാച്ച് നേടി. 11 പന്തിൽ 2 സിക്സറുകളും ഉൾപ്പെടെ 16 റൺസ് എടുത്ത് പൂരൻ പുറത്തായി. പൂരന് ശേഷം ലക്നൌ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ക്രീസിലെത്തി. 14-15 ഓവറുകളിൽ അക്സർ പട്ടേലും പുഞ്ചയും വളരെ കൃത്യതയോടെ പന്തെറിഞ്ഞതിനാൽ റൺ റേറ്റ് അല്പം കുറഞ്ഞു. എന്നാൽ 16ാം ഓവറിൽ ബ്രിജേഷ് ശർമ്മ വീണ്ടും വന്നപ്പോൾ പന്തും മാർഷും ആക്രമണം അഴിച്ചുവിട്ടു. 4ാം പന്തിൽ പന്ത് ബ്രിജേഷിന്റെ ബാക്ക് ഓഫ് ഹാൻഡ് സ്ലോവർ ഡെലിവറി അതിവേഗം മനസ്സിലാക്കി വൈഡ് ലോങ് ഓണിന് മുകളിലൂടെ ഗാലറിയിൽ 10 വരികൾക്ക് പിന്നിലായി ഭീമാകാരമായ ഒരു സിക്സർ പറത്തി. അവസാന പന്തിൽ സമ്മർദ്ദത്തിലായ ബ്രിജേഷ് അരയ്ക്ക് മുകളിലൂടെ ഒരു ഹൈ ഫുൾ ടോസ് നോ ബോൾ എറിഞ്ഞു. മാർഷ് തന്റെ കൈക്കുഴയുടെ കരുത്തുപയോഗിച്ച് ഷോർട്ട് ഫൈൻ ലെഗിൽ നിന്ന് പുഞ്ചയുടെ തലയ്ക്ക് മുകളിലൂടെ അത് 4 കടത്തി. 16 ഓവർ പിന്നിടുമ്പോൾ ലക്നൌ സ്കോർ 2 വിക്കറ്റിന് 182 റൺസ്, റൺ റേറ്റ് 11.38. 44 പന്തിൽ 77 റൺസ് നേടി മാർഷും 13 പന്തിൽ 17 റൺസ് നേടി പന്തും ക്രീസിലായി. 17ാം ഓവറിൽ സന്ദീപ് ശർമ്മ എത്തിയപ്പോൾ ഓഫ് സ്റ്റംപ് ലൈനിൽ വന്ന യോർക്കർ പന്ത് അതിവിദഗ്ധമായി ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ 4 നേടി കോൺട്രിയു ക്രൂപ്പർ ബാറ്റിംഗിന്റെ ഉത്തമ ഉദാഹരണമായി അത് മാറി. 2ാം പന്തിൽ സന്ദീപിന്റെ ഫുൾ സ്ലോട്ട് ഡെലിവറി മാർഷ് ലോങ് ഓൺ ബൗണ്ടറിക്ക് മുകളിലൂടെ പടുകൂറ്റൻ സിക്സറിന് പറത്തി. 18ാം ഓവർ എറിയാടെത്തിയ ജോഫ്ര ആർച്ചറിന്റെ ഓവർ അത്യന്തം നാടകീയമായി മാറി. റൗണ്ട് ദ വിക്കറ്റിൽ വന്ന ആർച്ചർ പന്തിനെ ലക്ഷ്യമാക്കി എറിഞ്ഞ പന്തിൽ സ്കൂപ്പ് ഷോട്ടിന് ശ്രമിച്ച പന്ത് നിലത്തു വീണു. ബാറ്റിന്റെ ഇൻസൈഡ് എഡ്ജിൽ തട്ടിയ പന്ത് പാഡിലുറിഞ്ഞ് വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേലിന്റെ വലതുഭാഗത്തുകൂടി 4ലേക്ക് പോയി. ഈ അവിശ്വസനീയ ഷോട്ട് കണ്ട് ആർച്ചർക്ക് പോലും ചിരിയടക്കാനായില്ല. 5ാം പന്തിൽ ഇൻസ്വിംഗിംഗ് യോർക്കറിൽ പന്ത് സിംഗിൾ എടുത്തെങ്കിലും അവസാന പന്തിൽ ലെഗ് സ്റ്റംപിന് പുറത്തു വന്ന പന്തിൽ മാർഷ് ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിക്കവേ അത് കാലുകൾക്കിടയിലൂടെ വിക്കറ്റ് കീപ്പറെയും ഷോർട്ട് ഫൈൻ ലെഗിനെയും കബളിപ്പിച്ച് 4 റൺസ് നേടി. 19ാം ഓവറിൽ സുശാന്ത് മിശ്രയുടെ 4ാം പന്തിൽ പന്ത് തന്റെ ക്ലാസ് തെളിയിച്ചു. ലെഗ് സ്റ്റംപിലെ ലോ ഫുൾ ടോസ് യാതൊരു നിയന്ത്രണവും നഷ്ടപ്പെടാതെ ലോങ് ഓൺ ബൗണ്ടറിക്ക് മുകളിലൂടെ അതിമനോഹരമായ സിക്സറിന് പറത്തി തന്റെ സിഗ്നേച്ചർ പോസ് നിലനിർത്തി. അവസാന ഓവർ എറിയാനുള്ള ഉത്തരവാദിത്തം യശസ്വി ജയ്സ്വാൾ വീണ്ടും ജോഫ്ര ആർച്ചറെയാണ് ഏൽപ്പിച്ചത്. IPL ചരിത്രത്തിൽ തന്നെ അപൂർവമായി മാത്രം കാണുന്ന നാടകീയതകളും നിറഞ്ഞതായിരുന്നു ഈ ഓവർ. ആദ്യ പന്തായി ആർച്ചർ ഷോർട്ട് പിച്ച് പന്തെറിഞ്ഞു. മാർഷ് കട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പന്ത് ബാറ്റ് കടന്നുപോയി. ധ്രുവ് ഉടൻ പന്ത് ആർച്ചർക്ക് എറിഞ്ഞുകൊടുത്തു. ഇതിനിടയിൽ നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന് പന്ത് റങ്ങിനായി ഓടി. എന്നാൽ മാർഷ് അദ്ദേഹത്തെ തിരിച്ചയച്ചു. ആർച്ചറുടെ ഡയറക്റ്റ് ഹിറ്റിൽ പന്ത് റണ്ണൌട്ടായി. 2ാം പന്തിൽ നവീന ബാറ്റർ വന്ന ഉടൻ തന്നെ മാർഷ് സ്ട്രൈക്ക് എടുത്തു. വീണ്ടും ഷോർട്ട് പന്ത്. പുള്ള് ചെയ്യാൻ ശ്രമിച്ച മാർഷ് പരാജയപ്പെട്ടു. ഉയരക്കൂടുതൽ ഉണ്ടെന്ന് കരുതി മാർഷ് ഉടൻ നോ ബോൾ റിവ്യൂ എടുത്തു. റീപ്ലേയിൽ മാർഷിന്റെ ഹെഡ് ഹൈറ്റ് 1.990 മീറ്ററും പന്തിന്റെ ഉയരം 1.873 മീറ്ററും ആയിരുന്നു. റിവ്യൂ പരാജയപ്പെട്ടു. 3ാം പന്തിൽ ലെഗ് സ്റ്റംപിനരികെ ഷോർട്ട് പന്ത്. മാർഷ് സ്വൈപ്പ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കൊണ്ടില്ല. ധ്രുവിന്റെ നിർദ്ദേശപ്രകാരം രാജസ്ഥാൻ കോട്ട ബിഹൈൻഡ് റിവ്യൂ എടുത്തു. അൾട്രാ എഡ്ജിൽ ഫ്ലാറ്റ് ലൈൻ കണ്ടപ്പോൾ രാജസ്ഥാന്റെ റിവ്യൂ നഷ്ടപ്പെട്ടു. 4ാം പന്താവട്ടെ ഫുൾ ടോസ് ഡെലിവറി. 5ാം പന്തിൽ സെഞ്ചുറിയുടെ തൊട്ടരികിൽ നിന്ന് മാർഷ് ഓഫ് സ്റ്റംപിൽ വന്ന ലോ ഫുൾ ടോസ് ലോങ് ഓഫിലേക്ക് ഡ്രൈവ് ചെയ്ത് അതിവേഗം 2ാം റണ്ണിനായി ഓടി. എന്നാൽ ലോങ് ഓണിൽ നിന്ന് ക്യാപ്റ്റൻ യശസ്വി
ജയ്സ്വാൾ മിന്നൽ വേഗത്തിൽ പന്തെടുത്ത് സ്ട്രൈക്കർ എൻഡിലേക്ക് കൃത്യമായൊരു ഡയറക്റ്റ് ഹിറ്റ് തീർത്തു. ഡൈവ് ചെയ്തിട്ടും മാർഷ് ക്രീസിന് പുറത്തായിരുന്നു. 57 പന്തിൽ 11 ഫോറുകളും 5 കൂറ്റൻ സിക്സറുകളും സഹിതം അവിശ്വസനീയവും സാഹസികവുമായ 96 റൺസ് നേടി മാർഷ് പുറത്തായി, തന്റെ സെഞ്ചുറിക്ക് കേവലം 4 റൺസ് അകലെ. 6-ാം പന്തിൽ നവീന ബാറ്റർ ആയുഷ് ബധോനിയെ ആർച്ചർ തന്റെ അമിത വേഗത്തിലൂടെ കബളിപ്പിച്ച് ക്ലീൻ ബൗൾഡാക്കി. ലക്നൌ ഇന്നിംഗ്സിന് അതോടെ തിരശീല വീണു. അങ്ങനെ അത്യന്തം നാടകീയതയും ഏറ്റക്കുറച്ചിലുകളും നിറഞ്ഞ ഈ അവസാന ഓവറോടെ നിശ്ചിത 20 ഓവറിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് 2 വിക്കറ്റ് നഷ്ടത്തിൽ 220 റൺസ് എന്ന പടുകൂറ്റൻ സ്കോർ പടുത്തുയർത്തി. എന്നാൽ 220 റൺസ് ലക്ഷ്യം കണ്ട് സവായ് മാൻസിംഗ് സ്റ്റേഡിയം നിശബ്ദമായെങ്കിലും രാജസ്ഥാന്റെ ഡ്രസ്സിംഗ് റൂമിൽ മറ്റൊരു പദ്ധതിയാണ് ഒരുങ്ങിക്കൊണ്ടിരുന്നത്. ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ക്രീസിലെത്തിയ നായകൻ യശസ്വി ജയ്സ്വാളും യുവ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശിയും തുടക്കം മുതൽ തന്നെ ലക്നൌ ബൌളർമാരുടെ മേൽ ഒരു തീമഴ പെയ്യിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചു. ആകാശ് സിംഗ് എറിഞ്ഞ ആദ്യ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലേക്ക് ജയ്സ്വാൾ അനായാസമായൊരു ബൗണ്ടറി നേടി. തൊട്ടടുത്ത 2 പന്തുകളിലും ഷോർട്ട് പന്തുകളെ അതിർത്തി കടത്തിക്കൊണ്ട് ഒരു ഹാട്രിക് ബൗണ്ടറിയോടെ ജയ്സ്വാൾ ലക്നൌവിന് അപായ സൂചന നൽകി. 1-ാം ഓവറിന്റെ അവസാന പന്തിൽ ഷോർട്ട് പന്ത് കട്ട് ചെയ്ത ജയ്സ്വാളിന്റെ ഷോട്ട് തടയുന്നതിൽ ഡീപ് പോയിന്റിൽ മായങ്ക് യാദവിന് സംഭവിച്ച പിഴവ് ലക്നൌവിന്റെ സമ്മർദ്ദം എത്രത്തോളമുണ്ടെന്ന് വിളിച്ചോതുന്നതായിരുന്നു. ആ ഓവർ രാജസ്ഥാന് മികച്ച തുടക്കം നൽകി. മായങ്ക് യാദവ് എറിഞ്ഞ 2.4 ഓവറിൽ ഷോർട്ട് പന്തിൽ ബാക്ക്ഫുട്ടിലേക്ക് പോയി സൂര്യവംശി അതിമനോഹരമായി കട്ട് ചെയ്ത് ഒറ്റ ബൗൺസിൽ ഫോറടിച്ചു. തുടർന്ന് മൊഹ്സിൻ ഖാനെതിരെ ജയ്സ്വാൾ പുറത്തെടുത്തത് ബാറ്റിംഗിന്റെ അത്യുന്നത ക്ലാസായിരുന്നു. 3.1 ഓവറിൽ ഷോർട്ട് പന്തിൽ ബാക്ക്ഫുട്ടിൽ പോയി ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ കൂറ്റൻ സിക്സർ പറത്തിയ ജയ്സ്വാൾ അടുത്ത പന്തിൽ തകർപ്പൻ സ്ക്വയർ ഡ്രൈവിലൂടെ ഫോറടിച്ചു. 3.3 ഓവറിൽ ഫുൾ സ്ലോട്ടിൽ വന്ന പന്തിനെ കവറിനും മിഡ് ഓഫിനും ഇടയിലൂടെ പായിച്ച അദ്ദേഹം തൊട്ടടുത്ത പന്തിൽ ബാക്ക്വേർഡ് പോയിന്റിനും ഷോർട്ട് തേർഡ് മാനിനും ഇടയിലൂടെ ഗ്ലൈഡ് ചെയ്ത് വീണ്ടും ഫോറടിച്ചു. 4.2 ഓവറിൽ മായങ്ക് യാദവിനെതിരെ ജയ്സ്വാൾ ഫ്ലിക്ക് ചെയ്തെങ്കിലും മിഡ് ഓൺ ഫീൽഡർ അത് തടഞ്ഞു. എന്നാൽ 4.5 ഓവറിൽ പുറത്തേക്ക് ആംഗിൾ ചെയ്തു വന്ന ഫുൾ പന്തിനെ സൂര്യവംശി ഡീപ്പ് എക്സ്ട്രാ കവറിന് മുകളിലൂടെ സ്റ്റാൻസിലേക്ക് അനായാസം പറത്തി. പ്രിൻസ് യാദവ് എറിഞ്ഞ 5.3 ഓവറിൽ ഷോർട്ട് പന്തിനെ ഋഷഭ് പന്തിന്റെ തലയ്ക്ക് മുകളിലൂടെ അവിശ്വസനീയമായ രീതിയിൽ റാമ്പ് ചെയ്ത് സൂര്യവംശി സിക്സർ നേടിയപ്പോൾ അദ്ദേഹം അതിന്റെ ഉയരവും കൃത്യമായി പരിശോധിച്ചിരുന്നു. അടുത്ത പന്തിൽ ബാക്ക്ഫൂട്ടിൽ എക്സ്ട്രാ കവറിന് പുറത്തൂടെ ഫോറടിച്ച സൂര്യവംശി 6-ാം ഓവറിലെ സ്ലോവർ പന്തിനെ ടെന്നീസ് ഫോർഹാൻഡ് ശൈലിയിൽ മിഡ് ഓണിന് പുറത്തൂടെ അടിച്ചു പറത്തി കാണികളെ വിസ്മയിപ്പിച്ചു. റൺ റേറ്റ് കുതിച്ചുയരുന്നതിനിടയിൽ ആകാശ് സിംഗിന്റെ 6.2 ഓവറിലെ സ്ലോവർ പന്തിൽ ജയ്സ്വാൾ സ്ലാഷ് ചെയ്തപ്പോൾ ബാക്ക്വേർഡ് പോയിന്റിലെ മുകൾ ഡൈവ് ചെയ്യാൻ വൈകിയതിനാൽ അത് 4-ലേക്ക് പോയി. എന്നാൽ തൊട്ടടുത്ത പന്തിൽ ആകാശ് സിംഗ് ലക്നൌവിന് ഒരു ആശ്വാസ വിക്കറ്റ് സമ്മാനിച്ചു. ഫുൾ ലെങ്തിൽ വൈഡായി വന്ന പന്ത് ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ച ജയ്സ്വാളിന്റെ ബാറ്റിലുരസി പന്ത് നേരെ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ കൈകളിൽ അവസാനിച്ചു. 23 പന്തിൽ 8 ഫോറുകളും 1 സിക്സറും സഹിതം 43 റൺസ് എടുത്ത രാജസ്ഥാൻ നായകൻ മടങ്ങുമ്പോൾ സ്വന്തം തലച്ചോറിലേക്ക് വിരൽ ചൂണ്ടി വലതുകൈ മുകളിലേക്ക് ഉയർത്തി വളരെ വ്യത്യസ്തമായൊരാഘോഷമാണ് ആകാശ് സിംഗ് മൈതാനത്ത് നടത്തിയത്. രാജസ്ഥാന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തകർന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു ലക്നൌ ക്യാമ്പ്. എന്നാൽ ആ ആശ്വാസം അധികനേരം നീണ്ടുനിന്നില്ല. 3-ാമനായി ക്രീസിലെത്തിയ വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജുറേൽ സ്പിന്നർ ദിഗ്വേഷ് സിംഗ് രഥിയെ 7.1 ഓവറിൽ ഒരു കിടിലൻ പുൾ ഷോട്ടിലൂടെ ഡീപ് മിഡ് വിക്കറ്റിനും ലോങ് ഓണിനുമിടയിലൂടെ ഫോറടിച്ചു വരവേറ്റു. 7.4 ഓവറിൽ പെർഫെക്റ്റ് ലേറ്റ് കട്ടിലൂടെ ബാക്ക്വേർഡ് പോയിന്റിനും ഷോർട്ട് തേർഡ് മാനിനുമിടയിലൂടെ ജുറേൽ വീണ്ടും ബൗണ്ടറി നേടിയപ്പോൾ ഫീൽഡിംഗ് ക്രമീകരണത്തിൽ കടുത്ത അതൃപ്തിയിലായിരുന്ന ദിഗ്വേഷ് ഷഹി നായകൻ ഋഷഭ് പന്തുമായി മൈതാനത്ത് വെച്ച് തന്നെ തർക്കിക്കുന്ന കാഴ്ച ലക്നൌവിനുള്ളിലെ വിള്ളലുകൾ പ്രകടമാക്കി. 8-ാം ഓവറിൽ ജയ്സ്വാൾ പുറത്താക്കിയ ആകാശ് സിംഗിനെ സൂര്യവംശി അക്ഷരാർത്ഥത്തിൽ പിച്ചി ചീന്തി. 8.1 ഓവറിൽ ഷോർട്ട് പന്തിനെ ഡീപ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ സിക്സറിന് പറത്തിയ അവൻ 8.2 ഓവറിലും 8.4 ഓവറിലും കടുത്ത സ്ലാഷുകളിലൂടെ തിക്ക് എഡ്ജായി പന്തിനെ 2 തവണ 4-ലേക്ക് പായിച്ചു. ആകാശ് സിംഗ് തലയിൽ കൈവച്ച് നിരാശനായി നിൽക്കുന്നത് കാണാമായിരുന്നു. 8.5 ഓവറിൽ ഷോർട്ട് പന്തിനെ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ വീണ്ടും സിക്സർ അടിച്ചപ്പോൾ ഋഷഭ് പന്ത് ഓടിയെത്തി ആകാശിനോട് സംസാരിച്ചു. എന്നാൽ അടുത്ത പന്തിലും ഫ്രണ്ട് ലെഗ് മാറ്റി മിഡ് വിക്കറ്റിലൂടെ അതിശക്തമായി അടിച്ചു പറത്തി ആ ഓവറിൽ നിന്ന് മാത്രം രാജസ്ഥാൻ അടിച്ചെടുത്തത് 26 റൺസാണ്. ദിഗ്വേഷിന്റെ ഗൂഗിളി റിവേഴ്സ് സ്വീപ്പിലൂടെ കളിച്ച് ഷോർട്ട് ത്രെഡ്മാനിലെ മായങ്കിന്റെ ഡൈവിംഗിനിടയിലൂടെ സിംഗിൾ നേടിയ സൂര്യവംശി തന്റെ വെടിക്കെട്ട അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. വിരലുകൾ കൊണ്ട് വി ആകൃതിയിലുള്ള ഒരു പ്രത്യേക ചിഹ്നം കാണിച്ചു നടത്തിയ ആഘോഷത്തിന്റെ അർത്ഥം ആ യുവതാരത്തിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു. 10-ാം ഓവറിലെ ആദ്യ പന്തിൽ ദിഗ്വേഷിന്റെ ടോസ്റ്റപ്പ് ഗൂഗിളിയെ വൈഡ് ലോങ് ഓണിന് മുകളിലൂടെ പടുകൂറ്റൻ സിക്സറിന് പറത്തി അവൻ തന്റെ നയം വീണ്ടും വ്യക്തമാക്കി. 10.3 ഓവറിൽ പ്രിൻസ് യാദവിനെതിരെ ജുറേൽ ലോങ് ഓണിലേക്ക് പഞ്ച് ചെയ്ത് ഇവരുടെ 50 റൺസ് കൂട്ടുകെട്ട് പൂർത്തിയാക്കി. 10.5 ഓവറിൽ പ്രിൻസ് യാദവിന്റെ ലെങ്ത് പന്തിനെ കവറിന് മുകളിലൂടെ സ്റ്റാൻസിലേക്ക് അടിച്ചു പറത്തിയ സൂര്യവംശി 11-ാം ഓവറിലെ ആദ്യ പന്തിലും സ്ലോവർ ഷോട്ട് പന്തിനെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഭയാനകമായി സ്വീപ്പ് ചെയ്ത് വീണ്ടും സിക്സർ അടിച്ചു. ആ പന്ത് സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പോയതിനാൽ അമ്പയർമാർക്ക് പുതിയ പന്ത് കൊണ്ടുവരേണ്ടി വന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ ബൌളർമാരിൽ ഒരാളായ മായങ്ക് യാദവിനെ 11-ാം ഓവറിൽ ജുറേലും സൂര്യവംശിയും ചേർന്ന് പഞ്ഞിക്കിട്ടു. 8.1 ഓവറിൽ ഫുൾ പന്തിനെ അതിമനോഹരമായി സ്ട്രേറ്റ് ഡ്രൈവ് ചെയ്ത ജുറേൽ തൊട്ടടുത്ത പന്തിൽ ഷോട്ട് പന്തിനെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ കൂറ്റൻ സിക്സറിന് പറത്തി. 8.3 ഓവറിൽ വീണ്ടും ഷോട്ട് പന്തിനെ സ്ക്വയർ തേർഡ് മാനിന് മുകളിലൂടെ പറത്തിയ ജുറേലിന് പിന്നാലെ
11.5 ഓവറിൽ ബായിങ്കിന്റെ ഗുഡ് ലെങ്ത് പന്തിനെ വൈറ്റ് ലോങ് ഓണിന് മുകളിലൂടെ സൂര്യവംശിയും സിക്സറാക്കി മാറ്റി. ആ ഓവറിലെ അവസാന പന്തിലും മായങ്കിനെ ഷോർട്ട് ലെങ്ത്തിൽ മിഡ് വിക്കറ്റിന് മുകളിലൂടെ സിക്സറിന് പായിച്ച് ആ ഒറ്റ ഓവറിൽ ലക്നോ വഴങ്ങിയത് 29 റൺസാണ്. 8.4 ഓവറിൽ ദിഗ്വേഷിനെ ലോങ് ഓണിലേക്ക് വീണ്ടും സിക്സറിന് പറത്തി സൂര്യവംശി ലക്നോവിന്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചു. 15 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ രാജസ്ഥാൻ റോയൽസ് വെറും ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ട് 190 റൺസ് എന്ന അവിശ്വസനീയ സ്കോറിലെത്തിയിരുന്നു. അങ്ങനെ ലക്നോ സൂപ്പർ ജയൻസ് ഉയർത്തിയ 220 റൺസ് എന്ന റെക്കോർഡ് സ്കോർ ഈ ബാറ്റിംഗ് കൊടുങ്കാറ്റിന് മുന്നിൽ വെറും ഒരു കളിത്തമാശയായി മാറി. ജയത്തിലേക്ക് ആവശ്യമായ ഏതാനും റൺസുകൾ അടുത്ത ഏതാനും പന്തുകൾക്കുള്ളിൽ തന്നെ രാജസ്ഥാൻ ബാറ്റർമാർ യാതൊരു ദയയുമില്ലാതെ അടിച്ചെടുത്തു. സൂര്യവംശി തന്റെ അർഹിച്ച IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറികളിലൊന്ന് പൂർത്തിയാക്കിയപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അനായാസമായി ഈ പടുകൂറ്റൻ ലക്ഷ്യം മറികടന്ന് ലക്നോ സൂപ്പർ ജയൻസിനെ അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തി സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ IPL 2026 ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്ന് സ്വന്തമാക്കി. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.